അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇഷ്ക് റസൂൽ ഫാമിലി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ വളരെ വേഗത്തിൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന മഹത്തായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ട് ഇന്ന് നമുക്ക് നോക്കിയാലോ? ഇൻഷാ അല്ലാ. ഇത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എത്രയൊക്കെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഒരിക്കലും നടന്നു കിട്ടൂല, കാരണം അത്രയും ബുദ്ധിമുട്ടാണ് നടന്നു കിട്ടാൻ എന്നുള്ള ആഗ്രഹമാണെങ്കിൽ പോലും ഈ ഒരു മഹത്തായിട്ടുള്ള അമലിൻ്റെ മുമ്പിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും. കാരണം ഈ ഒരു മഹത്തായിട്ടുള്ള അമലിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈ ഒരു അമല് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാനും ഉള്ള വഴി കാണിച്ചു തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. എല്ലാവരും നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണേ. അത് വസിയത്ത് ചെയ്യാണ് ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ വെറുതെയുള്ള ഈ ഒരു ഞാൻ എന്തേ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം എന്തേ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് നമ്മൾ മാറ്റിയെടുക്കുക. നമുക്ക് എന്ത് കണ്ടാലും ഇപ്പോൾ മറ്റുള്ള ആളുകൾക്ക് അത് കിട്ടിയല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു സെൻറ്റി ഉണ്ടല്ലോ, ഇത്തരത്തിൽ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക? പടച്ചവനോട് പറയാം, റബ്ബേ അൽഹംദുലില്ലാ, നിങ്ങൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എനിക്ക് കണ്ണ് തന്നിട്ടുണ്ട്, മൂക്ക് തന്നിട്ടുണ്ട്, സംസാരിക്കാൻ നാവ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ജോലി തന്നിട്ടുണ്ട്, നല്ല കുടുംബം തന്നിട്ടുണ്ട്. എന്നാലും മറ്റുള്ളവർക്ക് നീ അത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അനുഗ്രഹം എന്നേക്കാൾ എത്രയോ താഴ്ന്ന് ഇരിക്കുന്ന ആളുകളായിരുന്നു, എൻ്റെ അത്ര അറിവ് പോലും ഇല്ലാത്ത, എൻ്റെ അത്ര ഹയർ സ്റ്റഡീസിന് പോലും പോകാത്ത അവർക്ക് അത്രയും നല്ലൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? അവിടെ ആ ഒരു അസൂയ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യാ? റബ്ബിനോട് പറയാം, അവർക്കത് കൊടുത്തല്ലോ നീ, അൽഹംദുലില്ലാ, ആ ജോലിയിൽ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ. അതേപോലെ തന്നെ എൻ്റെ ആവശ്യവും എനിക്ക് ഇത്തരത്തിൽ ഞാൻ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്, എൻ്റെ ആവശ്യം ഈ ഒരു സമയത്ത് നീ സാധിപ്പിച്ച് തരണേ എന്ന് നമ്മൾ റബ്ബിനോട് പറയാം. അള്ളാൻ്റെ ഖജനാവിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, അത് നിങ്ങൾക്കറിയില്ലേ? പണമായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള എന്ത് കാര്യമായിക്കോട്ടെ, എല്ലാത്തിനും റബ്ബിൻ്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും റബ്ബിനോട് പറയാം. പടച്ച റബ്ബല്ലാതെ വേറെ ആരാണ് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് സാധിപ്പിച്ച് തരിക? ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു മനസ്സോടുകൂടെ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യണം കേട്ടോ. വളരെ കൂടുതലൊന്നുമില്ല, നമ്മൾ എത്രയോ റീൽസ്, ഷോർട്സ്, അതുപോലെ തന്നെ സിനിമകൾ, സീരിയലുകളൊക്കെ കാണുന്നു. ആ ഒരു സമയം ഈ ഒരു അമലിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ചില ആഗ്രഹങ്ങൾ നമ്മുടെ കയ്യിൻ്റെ ഉള്ളനടിയിൽ എത്തിയിട്ട് അതങ്ങോട്ട് ഇല്ലാതായി പോണത്. അതേപോലെ തന്നെ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ട് നേടണം എന്ന് വിചാരിച്ച കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ തിരിഞ്ഞു നിന്ന് അത് നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവില്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഏതൊരു ആവശ്യവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മതി. ഈ ഒരു സമയം നിങ്ങൾ നിശ്ചയിക്കുക. ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം ഞാൻ പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സുബഹ് നിസ്കാരത്തിന് മുമ്പായിട്ട് നമ്മൾ എണീക്കുമല്ലോ, നമ്മുടെ ഇപ്പോൾ ആതിരാ സമയം അല്ലെങ്കിൽ അർദ്ധരാത്രി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴുള്ള ആ ദിക്റൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് നീക്കാൻ നോക്കുക. കഴിയുന്ന ആളുകളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴുള്ള ചെല്ലുന്ന ആ ദിക്റുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഈ ഒരു ദുആ ഉണ്ടല്ലോ, ഇത് ചൊല്ലി നിങ്ങളൊരു ദിവസത്തിൻ്റെ തുടക്കം മുതൽ റബ്ബിനോട് സ്തുതി പറഞ്ഞ് നിങ്ങളൊന്ന് നിങ്ങളുടെ ദിനചര്യകൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു വല്ലാത്തൊരു സമാധാനം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എണീച്ചതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിയുമെങ്കിൽ ഒന്ന് കുളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതിന് പറ്റൂല, കാരണം രാവിലെ തണുപ്പൊക്കെയാണ്, ജലദോഷം വരും, അലർജി ഇളകും. ഇത്തരത്തിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വേണ്ട, അത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ കയ്യും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല രീതിയിലൊന്ന് വുളുവൊക്കെ എടുത്തിട്ട് ഇട്ട വസ്ത്രമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറൊരു നല്ല പുതിയ ഫ്രഷ് ആയിട്ടുള്ളൊരു വസ്ത്രം ഇട്ടിട്ട് അതിന് ശേഷം ആ വുളു എടുത്ത ആ ഒരു അതേ രൂപത്തിൽ നമ്മൾ മുസല്ലയിൽ വന്നിട്ട്
നിസ്കാരക്കുപ്പായിട്ടൊക്കെ ഇരുന്നിട്ട് കഴിയുമെങ്കിൽ 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക. നമുക്ക് എല്ലാവർക്കും ഇപ്പം മടിയുള്ള ടൈമാണ്. ഒരുപാട് ആളുകൾ രാവിലെ തണുപ്പൊക്കെ കാരണം സുബ്ഹ് തന്നെ നിസ്കരിക്കണോ വേണ്ടേന്ന് ആലോചിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, നിസ്കരിച്ചിട്ട് നിങ്ങൾ കടന്നോളിയും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, വുളു എടുത്ത് ആ മുസല്ലയിൽ വന്നിരുന്ന് തഹജ്ജുദൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളത്, ആ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളതിന് നമ്മൾ കുറച്ച് തവണ ചൊല്ലാം. നമുക്ക് കഴിയുന്ന എണ്ണം മതി. അതിൻ്റെ ഒരു എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം എത്രയാണോ ആ എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലുക. അതിന് ശേഷം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്തെന്നറിയോ, പടച്ചോൻ്റെ ഇസ്മുകളെ വിളിച്ചിട്ട് പടച്ചോനോട് ദുആ ചെയ്യണത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പടച്ചോൻ്റെ മുമ്പിലിരുന്നിട്ട് പടച്ചോൻ്റെ ഇസ്മിനെ മുറുകെ പിടിച്ചിട്ട് പടച്ചോനോട് തന്നെ സഹായം ചോദിക്കുക. നമ്മുടെ ആവശ്യം എന്താണ്, റബ്ബേ എൻ്റെ ഈ ജോലി എനിക്ക് വേണം, ആ ഒരു ജോലിയിലെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി കിട്ടണം, അവരെനിക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യണം. ഇത്തരമുള്ള ആവശ്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് പടച്ചോനോട് പറയാം, റബ്ബേ എനിക്ക് ആ ഒരു ആവശ്യം അത്രയും കഠിനമായിട്ട് വേണം എന്നുള്ള അവസ്ഥയിലാണ്, അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകും, എൻ്റെ ജീവിതം ആകെ ഇല്ലാതായി പോകില്ലേ. അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു ജോലി എന്നുള്ള ഇതിനെ എനിക്ക് നീ ഹൈറായിട്ടുള്ള രീതിയിൽ തന്നെ തരണേ. അത് ഹലാലാണെങ്കിൽ എനിക്ക് ഹൈറാണെങ്കിൽ അത് നൽകണേ. അല്ല എനിക്കത് ഇടങ്ങാറാണെങ്കിൽ അത് എന്നിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളയുകയും ചെയ്യണേ. മറിച്ച് അതിലും നല്ലൊരു ജോലി, ഹൈറായിട്ടുള്ളൊരു ജോലി എനിക്ക് നൽകണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തതിന് ശേഷം ഈ ഒരു അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്നുള്ള ഈ മഹത്തായിട്ടുള്ള ദിക്റുണ്ടല്ലോ, ഈ ദിക്റിനെ നമ്മളൊരു 1000 തവണയാണ് ചൊല്ലുക. കൂടിയ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു അമൽ ചെയ്ത് തീർക്കാൻ, ചൊല്ലി തീർക്കാൻ സാധിക്കും. മനസ്സിൽ ഓരോ തവണ ഈ ഒരു അമൽ നമ്മൾ ചൊല്ലുമ്പോഴും റബ്ബേ എൻ്റെ ആവശ്യത്തിന് നീ കേൾക്കണേ എന്നുള്ള ആ ഒരു മനസ്സുകൊണ്ടുള്ള ആ ഒരു റബ്ബിനോടുള്ള പറച്ചിലുണ്ടല്ലോ, അത് നമ്മൾ പറയാം. ഇത്തരത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇൻഷാ അള്ളാഹ് തുറക്കാത്ത വഴി നിങ്ങളുടെ മുമ്പിൽ തുറക്കുമെന്ന് പറയില്ലേ. നമ്മളിപ്പോൾ കല്ലും മണ്ണും മുള്ളും ഒക്കെ നിറഞ്ഞൊരു വഴിയിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെട്ടത് മറികടക്കുക എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അത്തരം ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലേ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ പറന്നു പോകുന്നതൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് ആ മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ ആ വഴിയിൽ നിന്ന് നമ്മൾ പറന്ന് നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യം എത്രയൊക്കെ അപകടം നിറഞ്ഞിട്ടുള്ളതാണെങ്കിലും പ്രയാസം നിറഞ്ഞിട്ടുള്ളതാണെങ്കിലും അതിനെയൊക്കെ സ്മൂത്തായിട്ട് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഹൈറായിട്ടുള്ള രീതിയിൽ തന്നെ സാധിപ്പിച്ചു തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ വിലപ്പെട്ട ദുആയിൽ കഴിയുമെങ്കിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുള്ള ദുആകൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ ഒരു കാര്യം മറന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലീസ് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലുള്ളൂ ഈ ഒരു വീഡിയോ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അസ്സലാമു അലൈക്കും.